അപ്പോൾ ഇന്ന് നമ്മളിവിടെ നോക്കാൻ പോകുന്നത് എങ്ങനെ നമുക്കൊരു അലോവേറ നാച്ചുറൽ ഷാമ്പു, അതും അലോവേറ ലീഫ് ഇല്ലാണ്ട് ഉണ്ടാക്കാമെന്നാണ് നോക്കാൻ പോകുന്നത്. അപ്പോൾ അതിനായിട്ട് നമുക്ക് ആവശ്യമായി വേണ്ടത് നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ്, ഫസ്റ്റ് തന്നെ നമുക്ക് വേണ്ടത് അലോവേറ 200x പൗഡർ. പിന്നെ നമുക്ക് വേണ്ടത് ഹൈഡ്രോളൈസ്ഡ് സിൽക്ക് അമിനോ ആസിഡ്. പിന്നെ അടുത്തായിട്ട് നമുക്ക് വേണ്ട ഇൻഗ്രീഡിയൻറ്റ് ഗ്ലിസറിൻ. പിന്നെ pH അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് സിട്രിക് ആസിഡ്. പിന്നെ ഡീപാന്തനോൾ. പിന്നെ സർഫക്റ്റൻ്റ് ആയിട്ടുള്ള സോഡിയം ലോറൈൽ സൾഫോ അസറ്റേറ്റ്. പിന്നെ അടുത്ത സർഫക്റ്റൻ്റ് ആയിട്ടുള്ള കൊക്കമിഡോ പ്രൊപ്പൈൽ ബെറ്റൈൻ. പിന്നെ നമുക്ക് വേണ്ടത് പെർഫ്യൂം, കളർ, പിന്നെ ആൻറ്റി മൈക്രോബിയൽ ഏജൻ്റ് ആയിട്ടുള്ള ജിയോഗാർഡ് 221. പിന്നെ ആവശ്യത്തിനായിട്ടുള്ള ഡിസ്റ്റിൽ വാട്ടർ. ഓക്കെ, അപ്പോൾ ഇനി നമുക്കിതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. അതിന് ഫസ്റ്റ് തന്നെ നമ്മളൊരു ബീക്കർ വെയിറ്റ് ബാലൻസ് വയ്ക്കുക. അതിനുശേഷം അത് ടയർ ചെയ്യുക. എന്നിട്ട് നമുക്ക് ആവശ്യത്തിനായിട്ടുള്ള ഡിസ്റ്റിൽ വാട്ടർ അതിലോട്ട് ഒഴിക്കുക. എന്നിട്ടത് മെഷർ ചെയ്തതിന് ശേഷം മാറ്റി വയ്ക്കുക. ഇനി അടുത്ത ഇൻഗ്രീഡിയൻറ്റ് നമ്മുടെ അലോവേറ 200x പൗഡറാണ്. അപ്പോൾ അത് മെഷർ ചെയ്യുന്നതിനായിട്ട് നമ്മളൊരു വാച്ച് ഗ്ലാസ് എടുത്ത് വെയിറ്റ് ബാലൻസ് വയ്ക്കുക. എന്നിട്ടത് ടയർ ചെയ്യുക. ടയർ ചെയ്തതിന് ശേഷം അലോവേറ 200x പൗഡർ മെഷർ ചെയ്തെടുക്കുക. ഈ അലോവേറ 200x പൗഡർ, അതായത് ഇതൊരു കോൺസെൻട്രേറ്റഡ് വെർഷൻ ഓഫ് നമ്മുടെ അലോവേറ ജ്യൂസാണ്. അതായത് ഇത് 200 ടൈംസ്, അതായത് 1 ഗ്രാം എടുത്തിട്ട് നമ്മളിത് 200 ml മേക്കപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അത്രത്തോളം ആ 200 ml അലോവേറ ജ്യൂസ് എടുക്കുന്നതിന് തുല്യമാണ്. ഇനി ഇത് മിക്സ് ചെയ്യാനായിട്ട് നമ്മൾ ഗ്ലിസറിനാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇതിലോട്ട് ആവശ്യത്തിനുള്ള ഗ്ലിസറിൻ മെഷർ ചെയ്യുക. എന്നിട്ട് നന്നായിട്ടത് മിക്സ് ചെയ്യുക. കാരണം ഇത് ഡയറക്റ്റ് വെള്ളത്തിലോട്ട് ഇട്ടാൽ ഇത് മിക്സ് ആകത്തില്ല. അതിനുശേഷം നമ്മൾ നേരത്തെ മെഷർ ചെയ്തത് വാട്ടറിലോട്ട് ആഡ് ചെയ്യുക. എന്നിട്ട് നന്നായിട്ട് അത് മിക്സ് ചെയ്യുക. ഇനി നമ്മൾ ഇതിലോട്ട് ആഡ് ചെയ്യാൻ പോകുന്നത് ഹൈഡ്രോളൈസ്ഡ് സിൽക്ക് അമിനോ ആസിഡാണ്. ഹൈഡ്രോളൈസ്ഡ് സിൽക്ക് അമിനോ ആസിഡ് നമ്മൾ ഇതിനകത്ത് ഉപയോഗിക്കുന്നത് നമ്മുടെ സ്കാൽപ്പിലെ ക്യൂട്ടിക്കിൾസിനെയൊക്കെ ആക്ടിവേറ്റ് ചെയ്യാനായിട്ടാണ്. അപ്പോൾ ആവശ്യത്തിനുള്ള ഹൈഡ്രോളൈസ്ഡ് സിൽക്ക് അമിനോ ആസിഡ് ആഡ് ചെയ്യുക. എന്നിട്ട് അത് മിക്സ് ചെയ്യുക. ഇനി അടുത്ത ഇൻഗ്രീഡിയൻറ്റ് ഡീപാന്തനോളാണ്. ഡീപാന്തനോൾ എന്ന് പറഞ്ഞാൽ വൈറ്റമിൻ B1. ഇതൊരു നല്ലൊരു ആൻറ്റി ഓക്സിഡൻ്റ് ആണ്. മാത്രമല്ല ഇതിന് വേറൊരു ഗുണം കൂടെയുണ്ട്. ഇത് നമ്മുടെ ഹെയറും സ്കിന്നും ഒക്കെ മോയ്സ്ചറൈസ് ചെയ്യും. അപ്പോൾ ഇതൊരു മോയ്സ്ചറൈസിങ് ഏജൻ്റായിട്ടാണ് നമ്മൾ ഇതിനകത്ത് ആഡ് ചെയ്തിരിക്കുന്നത്. ഇനി അടുത്തത് ഇൻഗ്രീഡിയൻ്റാണ് നമ്മുടെ സർഫക്റ്റൻ്റാണ് ആഡ് ചെയ്യാൻ പോകുന്നത്. ഫസ്റ്റ് തന്നെ നമ്മൾ ആഡ് ചെയ്യുന്ന സർഫക്റ്റൻ്റ് കൊക്കമിഡോ പ്രൊപ്പൈൽ ബെറ്റൈൻ ആണ്. ഇത് ആഡ് ചെയ്യുക. ആഡ് ചെയ്തതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്യുക. കൊക്കമിഡോ പ്രൊപ്പൈൽ ബെറ്റൈൻ ഒരു നാച്ചുറൽ സർഫക്റ്റൻ്റ് ആണ്. അതിനുശേഷം നമ്മുടെ സെക്കൻഡ് സർഫക്റ്റൻ്റ് ആയിട്ടുള്ള സോഡിയം ലോറൈൽ സൾഫോ അസറ്റേറ്റ് 3%, അതായത് 3% സൊല്യൂഷനായിട്ടുള്ള സോഡിയം ലോറൈൽ സൾഫോ അസറ്റേറ്റ് ആഡ് ചെയ്യുക. എന്നിട്ട് നന്നായിട്ടത് മിക്സ് ചെയ്യുക. ഇത് ആഡ് ചെയ്യുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് ഷാമ്പു തിക്കാകുന്നത് കാണാം. കാരണം നമ്മൾ ഫസ്റ്റ് ആഡ് ചെയ്ത സർഫക്റ്റൻ്റ് ആംഫോട്ടറിക് സർഫക്റ്റൻ്റ് ആയിരുന്നു. ഇപ്പോൾ നമ്മൾ ആഡ് ചെയ്തിരിക്കുന്നത് ആനിയോണിക് സർഫക്റ്റൻ്റാണ്. ആംഫോട്ടറിക്കും ആനിയോണിക്കും ഒരുമിച്ച് വരുമ്പോഴത്തേക്ക് അതിൽ മൈസെൽസ് ക്ലോസ്ലി പാക്ക് ആവുകയും തൽഫലമായിട്ട് തിക്നെസ് വർദ്ധിക്കുകയും ചെയ്യുന്നു. ഇനി വീണ്ടും വീണ്ടും മിക്സ് ചെയ്യും തോറും ഇതിൻ്റെ മാക്സിമം തിക്നെസ്സിലോട്ട് എത്തുന്നതാണ്. നെക്സ്റ്റ് നമുക്ക് pH ആണ് ചെക്ക് ചെയ്യേണ്ടത്. ഇവിടെ ഇപ്പോൾ നിങ്ങൾക്ക് കാണാം pH എബോവ് 6 ആണ്. പക്ഷെ നമ്മുടെ സ്കാൽപ്പിൻ്റെ pH 5 to 5.5 ആണ്. സോ നമുക്ക് ആ pHയിലേക്ക് കൊണ്ടുവന്നില്ലെങ്കിൽ നമുക്ക് അലർജിക് റിയാക്ഷൻസ് ഒക്കെ ഉണ്ടാവും. അപ്പോൾ നമ്മൾ അതിനായിട്ട് സിട്രിക് ആസിഡ് ആഡ് ചെയ്യുക. എന്നിട്ട് pH കറക്റ്റ് ചെയ്യുക. ഇപ്പോൾ ഇത് 5.31 ആയിട്ടുണ്ട്. ഇനി അടുത്ത ഇൻഗ്രീഡിയൻറ്റ് ആൻറ്റി മൈക്രോബിയൽ ഏജൻ്റാണ്. നമ്മളിത് വാട്ടറിലാണ് നിർമ്മിച്ചിരിക്കുന്നത്. പക്ഷേ ഡിസ്റ്റിൽ വാട്ടർ ആണെങ്കിൽ പോലും കുറച്ച് നാൾ കഴിയുമ്പോൾ ഇതിനകത്ത് മൈക്രോബിയൽ ഗ്രോത്ത് ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ അതിനാവശ്യമായിട്ടുള്ള
ജിയോ ഗാർഡ് 221 എന്ന് പറയുന്ന നാച്ചുറൽ ആൻറ്റി മൈക്രോബിയൽ ഏജൻറ്റ് ആഡ് ചെയ്യുക, എന്നിട്ട് മിക്സ് ചെയ്യുക. ഇനി വേണ്ട പെർഫ്യൂം ആഡ് ചെയ്യുക, മിക്സ് ചെയ്യുക. അതിനുശേഷം നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള കളറ് ആഡ് ചെയ്യുക, എന്നിട്ട് മിക്സ് ചെയ്യുക. ഇപ്പോൾ നിങ്ങളുടെ ഷാമ്പു ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് നമ്മുടെ വെബ്സൈറ്റാണ്. ഈ വെബ്സൈറ്റിൽ ഇതുപോലുള്ള 250 ഫോർമുലാസ്, ക്രീംസ്, ഫേസ് വാഷ്, ലോഷൻസ് ഒക്കെ നിർമ്മിക്കാനായിട്ടുള്ള ഫുൾ കോഴ്സ് അവൈലബിൾ ആണ്. ഇതിൻ്റെ അകത്ത് ഒന്നാമത്തെ ചാപ്റ്ററിൽ എന്താണ് കോസ്മെറ്റിക്സ് റെഗുലേഷൻസ് അങ്ങനെയുള്ള കാര്യങ്ങളാണ്. രണ്ടാമത്തെ ചാപ്റ്ററിൽ ലബോറട്ടറി സെറ്റപ്പ്, എങ്ങനെ നിങ്ങൾക്കൊരു ലബോറട്ടറി സെറ്റ് ചെയ്യാം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ്. മൂന്നാമത്തെ ചാപ്റ്ററിൽ കോസ്മെറ്റിക്സ് റോ മെറ്റീരിയൽ എന്താണ്, അതിൻ്റെ സയൻസ് എന്താണ് കോസ്മെറ്റിക്സ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് അതിനകത്ത് പറയുന്നത്. 4, 5, 6 ചാപ്റ്ററുകളിലാണ് ഫോർമുലേഷൻസ് വരുന്നത്. അത് ഹെയർ കെയർ, സ്കിൻ കെയർ, കളർ കോസ്മെറ്റിക്സ് അങ്ങനെയായിട്ടാണ്. പിന്നെ 6ാമത്തെ ചാപ്റ്ററിൽ വരുന്നതാണ് സ്കെയിലപ്പ് പ്രോസസ്സ്. അതായത് ഒരു ബീക്കറിയിൽ നിന്ന് നമുക്ക് എങ്ങനെ ഇത് ഒരു വലിയ ഫാക്ടറിയിലോട്ട് മാറ്റാമെന്നുള്ള കാര്യങ്ങളൊക്കെയാണ് അതിൽ പറയുന്നത്. അടുത്തത് ലാസ്റ്റ് ചാപ്റ്റർ ക്വാളിറ്റി കൺട്രോളാണ്. നമ്മുടെ വെബ്സൈറ്റിൻ്റെ ID ഇവിടെ കൊടുത്തിട്ടുണ്ട്, വാട്സാപ്പ് നമ്പറും കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഈ നമ്പറിൽ വാട്സാപ്പ് ചെയ്യാവുന്നതാണ്. ഇനി ഇത് കൂടാണ്ട് ഇന്ന് നമ്മളിവിടെ ഡിസ്കസ് ചെയ്തിരിക്കുന്ന കറക്റ്റ് ഫോർമുല നമ്മളിവിടെ കൊടുത്തിട്ടുണ്ട്. അതേപോലെ ഈ ചാനലും കൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. കാരണം ഞാനിത് ആദ്യമായിട്ട് തുടങ്ങണമാണേ.